ഇനി നമുക്കൊരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയാലോ. വെറും സ്റ്റിക്കി നോട്ട് അല്ല കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്കി നോട്ട്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കമൺ, ഇനി നമുക്കൊരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. സോറി, A4 ഷീറ്റ് അല്ല, കളർ പേപ്പർ. നിങ്ങൾക്ക് A4 ഷീറ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഒന്ന് കളർ പേപ്പർ എടുത്തു. എന്നിട്ട് അതൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി ആയിട്ടുള്ള ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണല്ലോ. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഹൈ ഹീറ്റിലൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ആ മാർക്കിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ സെല്ല് വെച്ച് ഒന്നിൻ്റെ മേലെ ഒന്നായി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കണമല്ലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്കിൻ്റെ മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്തു. ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ഇത് നേരത്തെ കണ്ടുപിടിച്ചെങ്കിൽ വെറുതെ വരച്ചെൻ്റെ സമയം പോയി.